എൻ്റെ പ്രതീക്ഷ മുഴുവൻ ആ നടന്നു പോകുന്ന കുട്ടികളിലായിരുന്നു. അധ്യാപികമാരും അധ്യാപകരും കുറച്ചുനേരം കൂടി ആ കുട്ടികളെ ഇവിടെ നിർത്തും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ തിരക്കേറിയ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതും എത്തിപ്പെടേണ്ടതുമായ ഇടങ്ങൾ ബാക്കിയാണ് എന്നുള്ളതുകൊണ്ട് അവിടേക്ക് എത്താനുള്ള തത്രപ്പാടാണ് നമ്മളെയൊക്കെ നയിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഏതൊരു സ്ഥലത്തും അവനവൻ്റെ കാര്യം കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുക എന്നുള്ളത് മാനവ ജാതിയുടെ, പ്രത്യേകിച്ച് മലയാളി മാനവൻ്റെ സ്വഭാവ സവിശേഷതയായി മാറിയിരിക്കുകയാണ്. ഒരു വിമർശനം കൊണ്ട് തുടങ്ങി എന്ന് വിചാരിക്കണ്ട. ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന എന്നെയും മാന്യ ബ്രഹ്മചാരി നിഖിലവറുകളെയും പോലെയൊക്കെയുള്ള ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് തുറന്നു പറയാതിരിക്കാൻ വയ്യ. കാരണം ചർച്ച ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസം എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ വരികയും അവിടുത്തെ അധ്യാപകരുണ്ടായിരിക്കുകയും ഇവിടെ നടക്കുന്നത് എന്ത് എന്ന് പോലും ചിന്തിക്കാതെ ഇവിടെ ഒരു മാന്യ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ പടമെടുപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്ന ആ വിദ്യാലയവും ആ അധ്യാപകരും ഏതു മാതൃകയാണ് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നതിൽ എനിക്ക് സന്ദേഹമുണ്ട്. അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി തുറന്നു പറയുന്ന ഒരു സ്വഭാവമുള്ള ആളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഭഗവാൻ അതിനെ അങ്ങനെ തന്നെ കണക്കാക്കും എന്ന് വിചാരിക്കട്ടെ. ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ നദീതീരത്ത് വരാൻ പതിറ്റാണ്ടുകളായി എന്ന് തന്നെ പറയാം ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒരു തരത്തിലും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊരു അധ്യാപകനായിരിക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ഉള്ള ചില പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ ചില സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഈ വേദിയിൽ ഏറ്റവും വിനയാന്വിതനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം മഹാരഥന്മാർ വാക്കുകൾ ഉപയോഗിച്ച് തേഞ്ഞ് മുനപോയിട്ടുണ്ട് എങ്കിലും ആരെയും മഹാരഥന്മാരെന്നും മഹാന്മാരെന്നും രത്നക്കല്ലുകൾ എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന പ്രസംഗ പാടവ കാലഘട്ടത്തിൽ ഞാനിവിടെ ഈ മഹാരഥന്മാർ എന്ന് പറഞ്ഞത് ഈ നദീതടത്തിലൂടെ കടന്നുപോയ കാലടികൾ, ഇവിടത്തെ ഒരു തരി മണ്ണെടുത്ത് തലയിൽ ചൂടിയാൽ പോലും അത് ഈ നാട്ടിലെ എല്ലാ പുണ്യതീർത്ഥങ്ങളിലും കുളിച്ചു കയറിയതിൻ്റെ, മുങ്ങി നിവർന്നതിൻ്റെ പരിശുദ്ധി തരും എന്ന് ഉറപ്പുണ്ട്. ആ വഴിയിൽ ഒരു യോഗ്യതയുമില്ലാതെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു മനുഷ്യ ജീവി മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അത്യാഗ്രഹമായിരുന്നു ചെറുകോൽ പുഴയിലെ വേദിയിൽ ഒന്ന് കയറി നിൽക്കാനെങ്കിലും ഒരു അവസരമുണ്ടാവുക എന്നുള്ളത്. ആ അവസരം കിട്ടിയ ഒരു സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ട് ഇനി ഇവിടെ മുഴുവൻ കസേര ഒഴിഞ്ഞിരുന്നാലും ഞാനിവിടെ പറയാനുള്ളത് ഈ പ്രകൃതിയോട്, ഈ പ്രപഞ്ചത്തോട്, ഈ നദിയോട്, ഈ കാടിനോട്, ഈ മണ്ണിനോട്, ഈ കാറ്റിനോട് പറഞ്ഞു തന്നെ പോകും എന്ന് തീരുമാനിച്ചാണ് നിൽക്കുന്നത്. അത്രയേറെ അഭിമാനത്തോടെയാണ്, അത്രയേറെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. വിവേകാനന്ദ സ്വാമി മുന്നോട്ട് വെച്ച ആത്മവിശ്വാസം എന്ന സങ്കല്പം, അദ്ദേഹം മുന്നോട്ട് വെച്ച ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എങ്ങനെ പ്രകടീകരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയേണ്ടത്.
ആദ്യ സ്ഥാനക്കാരനായി ഇരിപ്പുണ്ട്. ആ ഭാരതത്തിന്റെ ചരിത്രത്തെ തനിക്ക് മുമ്പും പിമ്പും എന്ന് മുറിച്ചു തീർത്ത ആ യുവകേസരി 1893 ആരും ഒന്ന് പേര് വിളിക്കാൻ പോലുമില്ലാതെ, ഒരാളാലും തിരിച്ചറിയപ്പെടാതെ ഇതുപോലൊരു വലിയ വേദിയുടെ ഏറ്റവും പിന്നാമ്പുറത്തിരുന്നു കൊണ്ട് പ്രസംഗിക്കാൻ വിളിച്ച സമയത്തൊക്കെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് അത്രമാത്രം ചഞ്ചലിപ്പോടെ, അത്രമാത്രം സഭാ കമ്പത്തോടെ മാറിയിരുന്ന ചെറുപ്പക്കാരൻ പിന്നീട് ആ വേദിയുടെ മുൻനിരയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ കണ്ഠനാളത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സരസ്വതി കടാക്ഷം വിളയാടുന്ന നാവിൽ നിന്നുതിർന്ന അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന ഒരൊറ്റ സംബോധനയിൽ 8,000-ഓളം വരുന്ന ജനതതി എഴുന്നേറ്റു നിന്ന് കൈയടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ചരിത്രത്തെ പകുത്തെടുക്കുകയായിരുന്നു. വെറും 30 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും ഉത്തുംഗമായ ഒരു പ്രകടനമാണ് ചിക്കാഗോയുടെ ആ വേദിയിൽ കാഴ്ചവെച്ചത്. അതിനു മുമ്പ് ഭാരതത്തിലെമ്പാടും സഞ്ചരിച്ച് ഭാരതത്തെ തിരിച്ചറിഞ്ഞ് ഭാരതത്തിന്റെ പാരതന്ത്ര്യത്തിന് എന്താണ് മാർഗം, ആ പാരതന്ത്ര്യത്തിൽ നിന്ന് മോചനം നേടാൻ എന്താണ് മാർഗം എന്ന് നമ്മുടെ ശ്രീപാദപ്പാറയിൽ ത്രിവേണി സംഗമത്തിന്റെ 3 സാഗരങ്ങളും ഒരുമിച്ച് ചേരുന്ന ആ സംഗമഭൂമിയിലെ പാറക്കെട്ടിൽ 1892 ഡിസംബർ 24, 25, 26 തീയതികളിൽ ജലപാനമില്ലാതെ തപം ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ച് ഒരു പരിചയവുമില്ലാത്ത, ഒരാളെയും അറിയാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ പോകും എൻ്റെ അമ്മയുടെ കാര്യം നടത്താൻ, എനിക്കതിന് എൻ്റെ ഗുരുനാഥന്റെ തുണ മാത്രം മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ചു പോയ നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ ഇവിടെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞു. മഹാഭാരതത്തിൽ നിന്ന് തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാനെ വിളിച്ച് ദ്രൗപദി കരയുമ്പോൾ ദ്രൗപദിയുടെ ഒരു കൈ ഭഗവാന് വേണ്ടി കേഴുകയും മറുകൈ തൻ്റെ ഉടുമുണ്ടിൽ പിടിച്ചിരിക്കുകയുമായിരുന്നു. കുറേ വിളിച്ചിട്ടും ഭഗവാൻ വന്നില്ല. പക്ഷേ അവസാനം അവശേഷിക്കുന്ന അല്പവസ്ത്രം പോലും അഴിഞ്ഞു പോകും എന്ന ഭീതി, താൻ പൂർണ്ണ നഗ്നിയായി പോകും എന്ന ഭീതി വന്ന സമയത്ത് 2 കൈയും വിട്ട് ഭഗവാനോട് അപേക്ഷിച്ച സമയത്താണ് ഭഗവാൻ അനുഗ്രഹവുമായി എത്തിയത് എന്ന് ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്ന ആറന്മുള പാർത്ഥസാരഥി, ഞാൻ വിശ്വസിക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്താവ്, ഞാൻ വിശ്വസിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കൊടുങ്ങല്ലൂരമ്മ, എൻ്റെ മൂകാംബികാദേവി, എൻ്റെ ചോറ്റാനിക്കരയമ്മ, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗ്രാമക്ഷേത്രത്തിലെ നാം ഉപാസിക്കുന്ന മൂർത്തി, അതെൻ്റെ ജീവനും എൻ്റെ കുടുംബത്തിനും എൻ്റെ ശ്വസനത്തിനും എൻ്റെ സ്പന്ദനത്തിനും കൂട്ടായി ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസം, ആ ഉറച്ച വിശ്വാസം വന്നാൽ മാത്രമേ ഈ ഹിന്ദു ഏകത എന്ന ആ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് വിവേകാനന്ദനിലേക്ക് തിരിച്ചു വരാം. അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എങ്കിലും, കേൾക്കുന്നത് കൂടെയുള്ളത് എങ്കിലും ഒരല്പം കാര്യം, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ വിശ്വാസത്തിന്റെ കാര്യം തന്നെ. നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരനിൽ, അല്ലെ നരേന്ദ്രൻ എന്ന കുട്ടിയിൽ, നരേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയിൽ വ്യക്തിപരമായി എന്നെ ആകർഷിച്ച, നരേന്ദ്രനെ കുറിച്ച് എന്നെ ആകർഷിച്ചത് എന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ പറഞ്ഞതല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് നരേന്ദ്രന്റെ പിന്നാലെ പോയി, ഞാൻ എന്തുകൊണ്ട് ആ നരകേസരിയുടെ പാദസേവ ചെയ്യാൻ തയ്യാറായി എന്നതിന് എനിക്കുള്ള ഉത്തരം നരേന്ദ്രൻ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി
ആ ചെറുപ്പക്കാരൻ, ആ യുവാവ് നിഷേധിയായിരുന്നു എന്നുള്ളതാണ്. എന്തിനേയും ചോദ്യം ചെയ്ത്, എന്തിനേയും ഉരച്ചു നോക്കി, എന്തിനേയും പാകപ്പെടുത്തി തനിക്ക് ബോധ്യം വന്നതിനെ മാത്രം സ്വീകരിക്കാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നുള്ളതാണ്. സമകാലീനരായ പണ്ഡിത ശ്രേഷ്ഠരോ അധ്യാപകരോ മുതിർന്നവരോ ഒക്കെ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളെ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരാളായിരുന്നില്ല നരേന്ദ്രൻ. നരേന്ദ്രന്റെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തിനെക്കുറിച്ചും ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ എന്തിനത് ചെയ്യണം? അമ്മ നാമം ജപിക്കാൻ പറയുന്നു, ഞാൻ എന്തിന് നാമം ജപിക്കണം? എന്തിനെക്കുറിച്ചും ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരത്തെ കണ്ടെത്താനുള്ള അശ്രാന്തമായ പരിശ്രമവും ആ പരിശ്രമത്തിന്റെ പരിസമാപ്തിയിൽ എത്തിച്ചേരുന്ന ഉത്തരം തനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ ഉത്തരത്തിനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സുമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുപാടും ചോദ്യം ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ NCT മെമ്പറായതുകൊണ്ട് തന്നെ B.Ed സ്ഥാപനങ്ങളിൽ ധാരാളം യാത്ര ചെയ്യുന്നയാളാണ്. അവിടെയൊക്കെ ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കൗമാരക്കാരായ കുട്ടികൾ ഇവിടെയും ഇരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ, എൻ്റെയും ഒക്കെ മക്കളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിനെന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? നാമം ജപിക്കണം, ജപിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അച്ഛനമ്മമാരെ അനുസരിക്കണം, ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? മുതിർന്നവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ മകളെ എഴുന്നേറ്റില്ല എന്ന് വിചാരിച്ച് അയാളുടെ ആയുരാരോഗ്യത്തിനും കുഴപ്പമില്ല, എൻ്റെ ആയുരാരോഗ്യത്തിനും കുഴപ്പമില്ല. എന്താ കുഴപ്പം? അപ്പൊ നരേന്ദ്രനും ചോദിച്ചിരുന്നു, എന്തിനാണ്? അമ്മ പറയുന്നു ഈശ്വരനുണ്ട്. കോളേജിൽ ചെല്ലുമ്പോൾ അധ്യാപകർ പറയുന്നു ഈശ്വരൻ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, അത് ലബോറട്ടറിയിൽ പരിശോധിച്ച് വെളിപ്പെടുത്തപ്പെട്ടിട്ടൊന്നുമില്ല, അതിന് തെളിവുകളില്ല. നരേന്ദ്രന്റെ വിദ്യാഭ്യാസം പാശ്ചാത്യമാണ്. 1835 ഭാരതത്തിലെ അടിമ ജനതയെ 1000 ആണ്ടുകളായി അറബികളും മുഗളന്മാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ചവിട്ടി തേച്ചരച്ച് കടന്നുപോയ ഒരു ജനതയെ വീണ്ടും സ്വന്തം കാൽക്കീഴിലിട്ട് ചവിട്ടി തേച്ചെടുക്കാൻ വേണ്ടി, അടിമകളാക്കി നിർത്താൻ വേണ്ടി മെക്കാളെ ചമച്ചെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയാണ് നരേന്ദ്രനും വിദ്യാലയത്തിൽ കിട്ടിയത്. ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലോകത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഉള്ള ഒരു വിദ്യാഭ്യാസമാണ്. ഐസക് ന്യൂട്ടനാണ് ശാസ്ത്രത്തിന്റെ പിതാവ്. ഐസക് ന്യൂട്ടനാണ്. 1800-കൾ യൂറോപ്പ് അങ്ങനെയാണ് പോകുന്നത്. ഐസക് ന്യൂട്ടൻ പറയുന്നതിനപ്പുറമില്ല. അപ്പൊ ഐസക് ന്യൂട്ടൻ പറഞ്ഞിരുന്ന ഒരു സിദ്ധാന്തം, ഈ പ്രപഞ്ചത്തിൽ ഊർജവും ദ്രവ്യവും ആണ് എന്ന് ഇന്ന് സയൻസ് പറയുമ്പോൾ, ഊർജവും ദ്രവ്യവും ഈഥർ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ സാന്നിധ്യവും ഉണ്ട് എന്ന് ഐസക് ന്യൂട്ടൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ച ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്ത് പഠിച്ച 2 ചെറുപ്പക്കാരായ ശാസ്ത്രജ്ഞർ ഈഥർ ഇല്ല എന്ന് കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ അവർക്കത് പുറത്തു പറയാനോ ഒരു ജേർണലിൽ പ്രസിദ്ധീകരിക്കാനോ ഒരു സഭയിൽ പറയാനോ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഐസക് ന്യൂട്ടൻ അത് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം അപ്രമാദിത്വം
ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങൾക്ക്, അതിനെ തുടർന്ന് വരുന്ന ശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് കൊടുത്തിരുന്ന യൂറോപ്പിന്റെ ചിന്തയുടെ നേർ എതിർ ചിന്ത. ഇപ്പോ നേരത്തെ ഞങ്ങൾ പറയുമായിരുന്നു, ഭാരതത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ എറ്റേണൽ ബ്ലിസ്. അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളെ, ചിൽഡ്രൻ ഓഫ് എറ്റേണൽ ബ്ലിസ് എന്ന് ഉപനിഷത്തുകാരൻ വിളിച്ച ആ ആനന്ദം, ആ ആനന്ദത്തിലേക്കെത്താനുള്ള, മോക്ഷത്തിലേക്കെത്താനുള്ള, ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട എല്ലാ ജോലികളും എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച്, ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും എല്ലാം അനുഷ്ഠിച്ച് അവസാനം ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മാംശമായ മനുഷ്യ ശരീരം, ആ കൂട് വിട്ട് അതിൽ സത്തായിരിക്കുന്ന ആത്മാവ് ആ പ്രപഞ്ചത്തിന്റെ സ്ഥൂല രൂപത്തിലേക്ക് ലയിച്ചു പോകുന്ന ആ ആനന്ദത്തിന്റെ പരകോടി, അതാണ് ഭാരതത്തിൽ ജ്ഞാനവിതരണത്തിന്റെ ലക്ഷ്യമായിരുന്നത്. അത് മാത്രമാണ്. അതിന്റെ ഉപോൽപ്പന്നങ്ങളാണ് തൊഴിലും. ജീവിതം മുന്നോട്ട് പോകണം. ആ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ട തൊഴിൽ. അതല്ലാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടി ആഡംബര കാറുകളും ആഡംബര വീടുകളും നിറയെ ഉണ്ടാക്കി അസ്വസ്ഥമായി ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത്, ഒരു മലയാളി, ഒരു ശരാശരി മലയാളി, രക്ഷകർത്താവ്, അധ്യാപകൻ, ഈ രണ്ട് കൂട്ടരും നമ്മുടെ മക്കളുടെ മുൻപിലേക്ക്, ഇപ്പൊ രണ്ട് ചെറിയ കുട്ടികൾ ഇരിപ്പുണ്ട്, എൻ്റെ മോള് ഇരിപ്പുണ്ട്, അതിനടുത്ത് വേറെ കുട്ടി ഇരിപ്പുണ്ട്, ഇവരുടെ മുമ്പിലേക്ക് വെക്കുന്ന ലക്ഷ്യം 22 വയസ്സിൽ പൂർത്തീകരിക്കാവുന്ന ലക്ഷ്യങ്ങളാണ്. 22 വയസ്സിൽ പൂർത്തീകരിക്കാം. പഠിക്കുക, 10 ഫുൾ A+, +2 ഫുൾ A+, +2 കഴിഞ്ഞാൽ ഡിഗ്രി 17, 3 20, PG 22. PGക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 23-ാം വയസ്സിൽ ജോലി കയറാം. എഞ്ചിനീയറിംഗ് 17, 5, 22. MBBS 17, 5, 22. LLB 17, 5, 22. IAS 17, 3, 20, 2, 22. അതിനപ്പുറം ജോലിയില്ലല്ലോ. 22 വയസ്സിൽ പൂർത്തീകരിക്കാവുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പെടാപ്പാടുപെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാത്തിനും ഉപേക്ഷിച്ച് ചെറുകോൽപ്പുഴ പോണ്ടേ? പോണ്ട പോണ്ട പോണ്ട. പരീക്ഷ, മോഡൽ പരീക്ഷ തുടങ്ങി, പ്രാക്ടിക്കൽ ഉണ്ട്. ദീപാരാധനയ്ക്ക് പോണ്ടേ? പോണ്ട. അമ്മാവന്റെ വീട്ടിലെ കല്യാണത്തിന് പോണ്ടേ? പോണ്ട, ഞങ്ങൾ പോയിട്ട് വരാം, നീ ഇവിടെ നിന്ന് പഠിച്ചോ. ഇങ്ങനെ കുട്ടികളെ മറ്റൊന്നിലേക്കും ഇടപെടുത്താതെ, മറ്റൊന്നിനെ കുറിച്ചും അറിവ് കൊടുക്കാതെ, ചുറ്റുപാടുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ, അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാതെ 22 വയസ്സിലൊരു തൊഴിലിടത്തിൽ കൊണ്ടുവന്നാക്കും. പിന്നെന്താ അടുത്ത പരിപാടി? കല്യാണം. കല്യാണം ഒരു 26, 27 വയസ്സിലൊക്കെ പരമാവധി കല്യാണം കഴിച്ചു പോകുന്നു. പിന്നെന്താ അടുത്ത പരിപാടി? കൊച്ചുണ്ടാവണം. പിന്നെന്താ അടുത്ത പരിപാടി? ഒരു കാറ് വാങ്ങിക്കണം. പിന്നെന്താ അടുത്ത പരിപാടി? ഒരു വീട് വെക്കണം. ഒരു ശരാശരി വിദ്യാഭ്യാസമൊക്കെ നേടി ഒരുവിധ മര്യാദയ്ക്ക് കടബാധ്യതകളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു 40 വയസ്സിനകത്ത് തീരും. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇഷ്ടങ്ങൾ പുറത്തു വരാൻ തുടങ്ങും, ആലോചിക്കാൻ തുടങ്ങും. ഞാൻ നന്നായി പാട്ട് പാടിയിരുന്നല്ലോ, ഞാൻ കവിത എഴുതുമായിരുന്നല്ലോ, എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമായിരുന്നല്ലോ, എനിക്ക് എൻ്റെ ഭൗതികമായ ചോദനകളുടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കാമനകൾ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് പ്രണയസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് അന്നൊരു പയ്യനെ ഇഷ്ടമായിരുന്നല്ലോ, എനിക്ക് അന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നല്ലോ. എല്ലാം നഷ്ടബോധത്തിൻ്റെ കാലമാണ് 40 കഴിഞ്ഞാൽ. ഈ നഷ്ടബോധങ്ങളിലേക്കാണ് സീരിയലുകളും സോഷ്യൽ
മീഡിയ പോലുള്ള സാധനങ്ങളുമൊക്കെ കടന്നു വന്നുകൊണ്ട് ആകപ്പാടെ ഇന്നത്തെ മലയാളി സമൂഹത്തെ ഒരു കുഴമറച്ചിലിൽ ഈ പറയൂലേ ചക്ക വെട്ടിയിട്ടിട്ട് ആകപ്പാടെ പ്രശ്നമായ പോലെ. ഭഗവാൻ എപ്പോഴും പറയും ചക്ക വെട്ടുമ്പോൾ കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് വേണം വെട്ടാൻ. രാമകൃഷ്ണദേവൻ എപ്പോഴും പറയും ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ കയ്യിൽ എണ്ണ പുരട്ടി ചക്ക വെട്ടും പോലെ വേണം ജീവിതത്തിൽ ഇടപെടാൻ. ഒന്നും കയ്യിൽ പറ്റരുത്, ജീവിച്ചു പോവുക. എന്താ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല, നമ്മളൊക്കെ മുളഞ്ഞെന്ന് പറയും ചക്ക മുറിക്കുമ്പോഴുള്ള പശ, അത് കയ്യിൽ പറ്റരുത് എന്ന് ജീവിതവുമായി ചേർത്ത് വെച്ച് ഭഗവാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 40 വയസ്സിനകത്ത് നേടാവുന്ന മുഴുവൻ കാര്യങ്ങളും നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേഷൻസിലായി. ഒരു പുറത്തോട്ട് പോക്കില്ല നമുക്ക്. അപ്പൊ 22 വയസ്സിൽ നേടാവുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് പിന്നെയും ഒരു 50-60 വയസ്സെങ്കിലും ബാക്കി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ 60 വയസ്സുകാലം എന്തു ചെയ്യണം, ഇത് പറഞ്ഞു കൊടുക്കുന്ന സംവിധാനമില്ല. അവിടെയാണ് ഇപ്പോ നിഖിൽജി സംസാരിക്കുമ്പോ പറയും ആ തരം വിഷയങ്ങൾ. കാരണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ നരേന്ദ്രൻ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ നരേന്ദ്രന്റെ അമ്മയ്ക്ക് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന നരേന്ദ്രൻ അമ്മയോട് പറഞ്ഞു, ഇന്ന് എൻ്റെ സ്കൂളിൽ ടീച്ചർ ചോദിച്ചു എന്താവാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുതിരക്കാരനാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ നരേന്ദ്രൻ്റെ അച്ഛൻ വലിയ വക്കീലാണ്, സമ്പന്ന കുടുംബമാണ്, ഉറപ്പായും ഒരു ICS പരീക്ഷയൊക്കെ പാസ്സാവാൻ സാധിക്കുന്ന, അതിന് പിന്തുണയ്ക്കാൻ കഴിയുന്ന കുടുംബ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഒരാളാണ്. നമ്മുടെയൊക്കെ വീട്ടിലേക്ക്, എൻ്റെ ഉൾപ്പെടെ വീട്ടിലേക്ക് മോള് വന്നിട്ട് അല്ലെങ്കിൽ മക്കൾ വന്നിട്ട് പറയാണ് എനിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ ആവാനാണ് ആഗ്രഹം, എനിക്ക് JCB ഓടിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുകിൽ അന്ന് പഠിത്തം നിർത്തും, അല്ലേ? ശരിയല്ലേ? ഇവിടെ നരേന്ദ്രന്റെ അമ്മയോട് നരേന്ദ്രൻ പറഞ്ഞു എനിക്ക് കുതിരക്കാരനാവാനാണ് ആഗ്രഹം എന്ന് ഞാൻ ടീച്ചറോട് പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു നല്ല കാര്യം മോനെ, നീ കുതിരക്കാരനാവണം. അപ്പോ അതിന്റെ ആകർഷണീയത എന്ന് പറയുന്നത് നരേന്ദ്രൻ കുതിരവണ്ടിയിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു മീശ പിരിച്ച് നല്ല മസിലൊക്കെ ഉള്ള ഒരു കുതിരവണ്ടിക്കാരനാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഇതാണ് ആ തൊഴിലിനോടൊരു ആകർഷണീയത വരാൻ നരേന്ദ്രന് തോന്നാൻ കാരണം. ചെറിയ പ്രായത്തിലാണ്, ബിലെ എന്നാണ് ആ സമയത്ത് വിളിക്കുന്നത്, ചെറിയ കുട്ടിയാണ്. പക്ഷേ അമ്മ പറഞ്ഞു നല്ലതാണ്, നീ കുതിരക്കാരനായാൽ മതി എന്ന് പറഞ്ഞ് അമ്മ നേരെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. പൂജാമുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അമ്മ പറഞ്ഞു നീ കുതിരക്കാരനാവണം. ഈ ചിത്രത്തിൽ കാണുന്ന കുതിരക്കാരൻ സാക്ഷാൽ ആറന്മുള പാർത്ഥസാരഥി. ആ പാർത്ഥസാരഥിയുടെ ചിത്രം കാണിച്ചു കൊടുത്ത്, ആ ഗീതാകാരന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അമ്മ പറഞ്ഞു നീ കുതിരക്കാരനാവണം. ഈ ലോകത്തിന്റെ ദാർശനിക പ്രപഞ്ചത്തിലേക്ക് അതുല്യമായ ഒരു സംഹിതയെ സമ്മാനിച്ച, ഇന്നും പഠിച്ചു തീരാത്ത, പറഞ്ഞു തീരാത്ത, പ്രയോഗിച്ചു തീരാത്ത ആ ഗീതാ കാവ്യം നമുക്ക് തന്ന ആ സാക്ഷാൽ ഭഗവാനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ പരം വലിയൊരു കുതിരക്കാരൻ വേറെ ഉണ്ടോ? അതായിരുന്നു ഭുവനേശ്വരി ദേവി എന്ന അമ്മ. അപ്പൊ ഭുവനേശ്വരി ദേവി എന്ന അമ്മ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. അന്വേഷിച്ച് പോകുന്ന നരേന്ദ്രൻ എന്ന് പറയുന്ന കുട്ടിയും നമ്മുടെ കൂടെയില്ല. കുട്ടിയുണ്ട്, പക്ഷേ നരേന്ദ്രൻ ചോദിച്ച പോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ അധ്യാപകരോ രക്ഷകർത്താക്കളോ ഇന്നത്തെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ല. ഇന്ന് നടക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു പൈപ്പിംഗ് ആണ്. ഞാൻ തീരുമാനിക്കും, അധ്യാപകനായ ഞാൻ തീരുമാനിക്കും എൻ്റെ ക്ലാസ് മുറിയിൽ എന്ത് സംഭവിക്കണമെന്ന്. എൻ്റെ മുൻപിലിരിക്കുന്ന, ഞാൻ അട്ടപ്പാടിയിൽ ഏറ്റവും അറ്റത്തുള്ള തമിഴ്നാടിനുമായി അതിർത്തി പങ്കിടുന്ന മുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഇരുള വിഭാഗത്തിൽ പെട്ട വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത്. LP സ്കൂളാണ്. എനിക്ക് 15 കുട്ടികളാണ് പഠിപ്പിക്കാനുള്ളത്. ഈ 15 കുട്ടികളുടെ സ്വപ്നങ്ങളെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയുമില്ല. അവന് സ്വപ്നം വേണ്ട, അവന് ഇഷ്ടം വേണ്ട.
അവൻ എന്ത് ചെയ്യണമെന്ന് അധ്യാപകനെന്ന് ഞാൻ പറയും. അവൻ എന്ത് ചെയ്യണമെന്ന് അധ്യാപകനെന്ന് ഞാൻ പറയും. ഈ കാലത്തിന്റെ പൾസ് എന്താണോ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ, ആ ട്രെൻഡിനനുസരിച്ച് ഞാൻ അവനെ പഠിപ്പിക്കും. അവന് കഴിവുണ്ടോ എന്ന് ഞാൻ നോക്കില്ല. അവൻ എഞ്ചിനീയർ ആവാൻ സാധിക്കുന്നവനാണോ എന്ന് ഞാൻ നോക്കില്ല. അവൻ ഡോക്ടർ ആവാൻ സാധിക്കുന്നവനാണോ എന്ന് ഞാൻ നോക്കില്ല. ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, കരിയർ, തൊഴിൽ സൃഷ്ടിക്കാൻ മാത്രമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ആ സമ്പ്രദായമായിരുന്നു നാളിതുവരെ നടന്നു വന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അതിനെ പൂർണ്ണമായി മാറ്റുകയാണ്. അതെങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയേണ്ട വിഷയം. അപ്പൊ നമുക്ക് നരേന്ദ്രനിലേക്ക് തിരിച്ചു വന്നാൽ, നരേന്ദ്രൻ ചിക്കാഗോയിൽ പോയി. ചിക്കാഗോയിൽ പോകുന്ന സമയത്താണ് അദ്ദേഹം സ്വാമി വിവേകാനന്ദനായി മാറുന്നത്. അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സ്വാമി വിവേകാനന്ദൻ എന്ന പേരില്ല. നമ്മുടെ കന്യാകുമാരിയിൽ വരുമ്പോൾ ആ പേരില്ല. ഭാരതമെമ്പാടും സഞ്ചരിക്കുമ്പോൾ ആ പേരില്ല. വിജ്ഞാനാനന്ദ, വിവിധിഷാനന്ദ എന്നൊക്കെയുള്ള പല പേരുകളിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്, അറിയപ്പെട്ടിരുന്നത്. ഈ വിവേകാനന്ദൻ എന്ന വിഷയം ഒരു 3 മണിക്കൂർ പറയാനുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന വിഷയവും ഒരു 3 മണിക്കൂർ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും താഴെ തട്ട് മുതൽ ഏറ്റവും അങ്ങേയറ്റം വരെ വിവേകാനന്ദൻ എന്ന ഒറ്റ ചെറുപ്പക്കാരന്റെ ജീവിതം പഠിപ്പിച്ചാൽ മതി. പ്രൈമറി തലത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത സന്ദർഭങ്ങൾ കഥാരൂപേണയും, ഹൈസ്കൂൾ തലത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരൻ എന്ന നിലയിലുള്ള ആ പ്രവർത്തനങ്ങളും, ഉയർന്ന തലത്തിൽ അദ്ദേഹത്തിന്റെ ദാർശനിക കാഴ്ചപ്പാടുകളും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷനും നമ്മുടെ ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ നാളിതുവരെ നമുക്കതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അതൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളാണ്. അതിനകത്തേക്കൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും പറഞ്ഞ് തീരില്ല. ഞാൻ പെട്ടെന്നൊന്ന് ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു വെക്കാം. കാരണം ഇവിടെ ഒരുപാട് പേരില്ലെങ്കിലും നേരത്തെ പറഞ്ഞ സ്വർണത്തിന് തുല്യം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരോടെങ്കിലും ഒക്കെ പറയാൻ സാധിച്ചാൽ, നാളെ ഇതുവരെ നമ്മൾ പഠിച്ച ചരിത്രം അത് പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് സ്വാതന്ത്ര്യ സമര ചരിത്രമായിക്കോട്ടെ, ഭാരതത്തിന്റെ അടിമത്തകാല ചരിത്രമായിക്കോട്ടെ, ഒക്കെ 2-3 ഉദാഹരണങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാരതത്തെ ആക്രമിച്ച് കീഴടക്കാൻ വന്ന ആദ്യത്തെ ആക്രമണം എന്ന് പറയുന്നത്, അത് ചോദിച്ചാൽ ഇല്ല, ചോദിക്കുന്നില്ല, BC 326 അലക്സാണ്ടറുടെ ആക്രമണമാണ് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആ ഭാരതമെന്ന സങ്കല്പത്തിന് നേരെ വരുന്ന ആദ്യത്തെ ആക്രമണം. അലക്സാണ്ടർ 100% ഒരു സാമ്രാജ്യത്വ മോഹിയും അധികാരമോഹിയും മറ്റെല്ലാ രാജ്യങ്ങളെയും തൻ്റെ ചൊൽപ്പടിയിലേക്ക്, തൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച ഒരു ആക്രമണകാരിയുമാണ്. ഗ്രീക്കുകാർക്ക് അദ്ദേഹം മഹാനായിരിക്കാം. കാരണം അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച, അവരുടെ രാജ്യത്തെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ധീരനായ ഒരു ചെറുപ്പക്കാരനായ ഒരു രാജാവ്, ചക്രവർത്തി. തീർച്ചയായും അവർ അദ്ദേഹത്തെ ബഹുമാനിക്കും. പക്ഷേ നമ്മെ തകർക്കാൻ വന്ന, നമ്മുടെ സ്വത്ത് കൊള്ളയടിക്കാൻ വന്ന, നമ്മുടെ മണ്ണ് പിടിച്ചെടുക്കാൻ വന്ന, നമ്മുടെ പെണ്ണിനെ കട്ടുകൊണ്ടുപോകാൻ വന്ന ഒരു അക്രമകാരിയെ നമ്മുടെ ചരിത്രം നമ്മെ കൊണ്ട് ഇന്നിപ്പോഴും വിളിപ്പിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ്. മഹാനായ അലക്സാണ്ടർ എന്നാണ്. ഷേക്സ്പിയർ എന്ന് പറയുന്ന നാടകകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടല്ല സഹസ്രാബ്ദം മുമ്പാണ് വിക്രമാദിത്യന്റെ സദസ്സിൽ നവരത്നങ്ങളിൽ സാഹിത്യ കുലപതിയായി കാളിദാസൻ ശോഭിച്ചിരുന്നത്. ഒപ്പം വയ്ക്കാനില്ലാത്ത, പകരം വയ്ക്കാനില്ലാത്ത പ്രണയ കാവ്യങ്ങളും അതിൻ്റെ എല്ലാ സൗകുമാര്യതയോടും കൂടി അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ് നമുക്ക് സമ്മാനിച്ച കാളിദാസനെ പക്ഷേ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണ്. ചാണക്യൻ
നേരത്തെ പറഞ്ഞ ചന്ദ്രഗുപ്തന്റെ വിക്രമാദിത്യന് മുമ്പ് ആദ്യമായി ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ, ഭാരതത്തിലൊരു സാമ്രാജ്യ സ്ഥാപനം അതിന് വിത്തുപാകിയത് ചന്ദ്രഗുപ്ത മൗര്യനിലൂടെ ചാണക്യനാണ്. ആ ചാണക്യനെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ മാക്യവെല്ലി എന്നാണ്. ചാണക്യനും എത്രയോ ആണ്ടുകൾ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മാക്യവെല്ലിയുടെ പിറവി. അപ്പോ ഇവിടെ വന്ന ബ്രിട്ടീഷുകാർ, ആ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് NG ശശിഭൂഷൺ സാർ എഴുതുന്നു, ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് 2 ലക്ഷത്തിൽ കൂടുതൽ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ. ഒരു സമയത്തും അതിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ ഭാരതീയരും ഒരുമിച്ച് നിന്നൊന്ന് ഞെക്കിപ്പീച്ചാൽ ഇവരെല്ലാത്തിനും എടുത്ത് പെറുക്കി കളയാമായിരുന്നു. ആ സാഹചര്യം ഉണ്ടായിരുന്ന ആ കാലത്ത് പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടുകാരെ ഒറ്റുകൊടുത്തുകൊണ്ട് 6 രൂപ, 10 രൂപ, 5 രൂപ, 3 രൂപ ശമ്പളത്തിന് വേണ്ടി നമ്മെ തന്നെ ഒറ്റിക്കൊടുത്ത നമ്മുടെ നാട്ടുകാരും അതിനെ പിൻപറ്റി വന്ന സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയ ഭരണകൂടങ്ങളും ഭാരതത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വിവേകാനന്ദനെ, നാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമികളെ, ഡോക്ടർ S രാധാകൃഷ്ണനെ, സർദാർ വല്ലഭായി പട്ടേലിനെ, മദനമോഹന മാളവ്യയെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ, ശങ്കരാചാര്യ സ്വാമികളെ ഒക്കെ മാറ്റിവെച്ചപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കുംഭമേളയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്, എവിടെ തിരിഞ്ഞാലും കാണാൻ കഴിയുന്നത് ആചാര്യസ്വാമിയുടെ ചിത്രങ്ങളും അവദാനങ്ങളുമാണ്. പക്ഷെ അദ്ദേഹം നടന്നു തുടങ്ങിയ മണ്ണിൽ, അദ്ദേഹം പിച്ചവച്ചു നടന്ന മണ്ണിൽ അദ്ദേഹത്തോടുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇത് നമ്മുടെ കുറ്റമാണ് കേട്ടോ. എന്റെയും നിങ്ങളുടെയും കുറ്റമാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇളയച്ഛൻ്റെയും ഇളയമ്മയുടെയും അമ്മാവന്റെയും അമ്മായിയുടെയും ഒക്കെ കുറ്റമാണ്. കാരണം ജുന അഗാഡയുടെ അധിപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മലയാളി ആനന്ദവനം ഭാരതി എന്ന ആ മാന്യ ദേഹം കൃത്യമായി കഴിഞ്ഞ ദിവസത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഇതൊക്കെ മോശമാണ്. കാവി കള്ളസന്യാസിയാണ്. നാരായണ ഗുരുദേവൻ ഒരു സാധാരണ മനുഷ്യനാണ്, കുറച്ച് പുരോഗമന ആശയങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറം AKGയെ പോലെ, EMSനെ പോലെ, കൃഷ്ണപിള്ളയെ പോലെ, കേളപ്പനെ പോലെ ഒക്കെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നാരായണ ഗുരുദേവൻ. ചട്ടമ്പി സ്വാമികളും അങ്ങനെയാണ്, ഒരു മനുഷ്യനാണ്. പുരോഗമനാശയങ്ങൾ ഉണ്ടായിരുന്ന, ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അതിനപ്പുറം ഒന്നുമൊന്നുമില്ല. എന്ത് അദ്വൈതം, എന്ത് വേദാന്തം! കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും തൊട്ടു നോക്കാൻ കഴിയാത്തതും മണത്തു നോക്കാൻ കഴിയാത്തതുമായ ഒന്നും സത്യമല്ല എന്ന് കൃത്യമായി ഞാൻ വാക്കുപയോഗിക്കുകയാണ്. ഇടതുപക്ഷ ഇക്കോസിസ്റ്റം. ഞാൻ ഇടതുപക്ഷ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രവർത്തകരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പൊള്ളുകയൊന്നും വേണ്ട. ഞാൻ എൻ്റെ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പറഞ്ഞതാണ്. യൂറോപ്പിൽ അവതരിപ്പിക്കപ്പെട്ട തികച്ചും വിദേശിയായ ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് ഭൗതികതയുടെ കണ്ണിൽ മാത്രം, മെറ്റീരിയൽ ലോകത്തെക്കുറിച്ച് മാത്രം, ഭോഗത്തെക്കുറിച്ച് മാത്രം, ആണിനെയും പെണ്ണിനെയും ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് ഭാരതത്തിന്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തെയോ ഭാരതത്തിന്റെ ആ അദ്വൈതം എന്ന് പറയുന്ന പൂവിലും പുല്ലിലും പുഴുവിലും കടുവയിലും ആനയിലും ഒക്കെയുള്ളത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയില്ലായ്മ. പക്ഷേ ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ നമ്മുടെ സമൂഹത്തെ അപ്പാടെ ഗ്രസിച്ചതിന്റെ ഒരു പ്രശ്നം, ഭരണം എന്നതും രാഷ്ട്രീയം എന്നതും അധികാരവുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോ ആ അധികാരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തും ചെയ്യാം, ഏത് പ്രീണനവും നടത്താം, ആരെയും പാമ്പർ ചെയ്യാം എന്ന നിലയിലേക്ക് ചവിട്ടി നിൽക്കുന്ന മണ്ണിന്റെ തനിമയെ, അത് പകർന്നു തന്ന മുലപ്പാലിന്റെ മധുരിമയെ ഒക്കെ മറന്നുപോയ
ഒരു സാഹചര്യമാണ് ഈ പറയുന്ന നാരായണ ഗുരുദേവനെ ക്ഷേത്രങ്ങൾ പണിയരുത്, പ്രതിഷ്ഠകൾ ആവശ്യമില്ല, അതല്ല കാര്യം എന്ന് നാരായണ ഗുരുദേവൻ. വിവേകാനന്ദ സ്വാമി പറയുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ബോൺ ഇൻ എ ചർച്ച് ബട്ട് ഇറ്റ് ഇസ് വേഴ്സ് ദാറ്റ് യു ഡൈ ദയർ. നിങ്ങളൊരു പള്ളിയിൽ, യൂറോപ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത്, നിങ്ങളൊരു പള്ളിയിൽ ജനിച്ചു എന്ന് പറയുന്നത് മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ അവിടെ തന്നെ മരിച്ചു എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ക്ഷേത്രമെന്ന് പറയുന്നത്, ആരാധനാ രീതികളെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ എറ്റേണൽ ബ്ലിസ്സിലേക്കുള്ള യാത്രയുടെ പടികളാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് കൊച്ചു കുഞ്ഞുങ്ങളെയാണ്, LKG പഠിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്. അവർക്ക് ജോണി ജോണി യെസ് പപ്പ പാടിക്കൊടുക്കാം, അവർക്ക് അണ്ണാറക്കണ്ണാവ പാടിക്കൊടുക്കാം. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന മക്കൾക്ക് ഇപ്പൊ ജോണി ജോണി യെസ് പപ്പയും മത്തങ്ങ ബലൂണും കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവില്ല, അല്ലേ? ഇതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളുടെയും ആരാധനാ ക്രമങ്ങളുടെയും ഒക്കെ കാര്യം. പക്ഷെ ഇതൊക്കെ പറഞ്ഞ ആചാര്യന്മാരെ നമ്മൾ എന്ത് ചെയ്തു? വളരെ സൗകര്യപൂർവ്വം ചില്ലുകൂട്ടിൽ അടച്ച് ദീപമൊക്കെ ഒഴിഞ്ഞ് അവർ പറഞ്ഞതിനെയൊക്കെ മാറ്റിവെച്ചു. അപ്പൊ ഇങ്ങനെ നമുക്ക് നരേന്ദ്രനിലേക്ക് തിരിച്ചു പോകാം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, എന്റെ സമയം അതിക്രമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നരേന്ദ്രൻ പറഞ്ഞത്, നരേന്ദ്രന്റെ ഏറ്റവും പ്രധാന സംശയം ഈ അമ്മ പറഞ്ഞു തരുന്ന ഈശ്വരനുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്കത് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന, എപ്പോഴും കേൾക്കുന്ന, വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാവുന്ന 3 കാര്യങ്ങൾ: ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചതും, ദക്ഷിണേശ്വരത്ത് എത്തിയതും, രാമകൃഷ്ണദേവൻ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞതും, പിന്നെ ചിക്കാഗോയിൽ പോയതുമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഈശ്വരനുണ്ടോ എന്ന ചോദ്യവുമായി രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരുപാട് പേരുടെ അടുത്ത് പോയി. പക്ഷെ രാമകൃഷ്ണദേവന്റെ അടുത്ത് ചെന്നപ്പോൾ രാമകൃഷ്ണദേവൻ ആ ഒറ്റ ചോദ്യത്തിന് ഒറ്റ മറുപടി: ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ കാണുന്നത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, നിനക്ക് കാണണമെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ അത്രയും കാലത്തെ സംശയം പേര് നടന്ന ആ ചെറുപ്പക്കാരന് വേണമെങ്കിൽ തിരിച്ചു പോരാമായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങിയ 3ാമത്തെ വാചകം അതാണ്. ഞാൻ എന്തുകൊണ്ട് വിവേകാനന്ദനിലേക്ക് പോയി എന്നുള്ളത്. ഈശ്വരനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്നെ കാണുന്നത് പോലെ കണ്ടിട്ടുണ്ട്, നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ സംശയം തീർന്നു, അല്ലേ? ആ സംശയം തീർന്ന നരേന്ദ്രന് വേണമെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോരാമായിരുന്നു. പക്ഷേ നരേന്ദ്രൻ അവിടെ അങ്ങോട്ട് കൂടി. എന്നാൽ ഈ ചങ്ങാതിയുടെ കൂടെ നിന്ന് ഈ പറഞ്ഞ സാധനത്തെ ഒന്ന് കണ്ടുകളയാം. കണ്ടു കാണിച്ചു തരാന്നൊക്കെ പറയുമ്പോ എന്നാ പിന്നെ ഒന്ന് കണ്ടുകളയാം. ഈ ഇരിക്കുന്ന മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു കാര്യത്തെയും, ഏതൊരു അറിവിനെയും ഇങ്ങനെയാണ് സമീപിക്കേണ്ടത്. ഇവിടെ ഞാൻ പ്രസംഗിച്ചത് കൊണ്ടോ, ബ്രഹ്മചാരി നിഖിൽജി പ്രസംഗിച്ചത് കൊണ്ടോ, ഇന്നലെ വന്ന ഗവർണർ പ്രസംഗിച്ചത് കൊണ്ടോ, ഇനി വരാൻ പോകുന്ന മഹാന്മാരായ ആചാര്യന്മാർ പ്രസംഗിച്ചത് കൊണ്ടോ നിങ്ങൾ വിശ്വസിക്കരുത്. അതായിരുന്നു വിവേകാനന്ദൻ, അതായിരുന്നു നാരായണ ഗുരുദേവൻ, അതായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അവർ കേട്ടതിൽ നിന്ന് പുനരന്വേഷണത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ആ പുനരന്വേഷണത്തിലേക്ക് പോയിട്ട് തെളിവിനെ സ്വീകരിക്കുകയാണ്, ശേഖരിക്കുകയാണ്, തിരിച്ചറിയുകയാണ്. ഈ പറഞ്ഞത് ശരിയാണ്, അവർ പറഞ്ഞത് ശരിയാണ്. എന്നാൽ ശരിയാണെന്ന് തോന്നിയാൽ പിന്നെ ആ ശരിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മാന്യമായ പ്രവൃത്തി. അങ്ങനെ ജീവിച്ച ആളാണ് നരേന്ദ്രൻ. അങ്ങനെ നരേന്ദ്രൻ ഈശ്വരനുണ്ട് എന്ന സത്യത്തെ മനസ്സിലാക്കുകയും ആ ഈശ്വരനുണ്ട് എന്ന് ലോകത്തോട് അസന്നിഗ്ധമായി പറഞ്ഞ ഭാരതാംബ, എൻ്റെ അമ്മ ഭാരതമാതാവ്, എന്നാൽ അടിമത്തത്തിൽ ആണ്ടുകിടക്കുകയും ചെയ്യുമ്പോ അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് എൻ്റെ അമ്മ അടിമയായി? എന്തുകൊണ്ട് എൻ്റെ രാജ്യം, എൻ്റെ രാഷ്ട്രം, രാജ്യവും രാഷ്ട്രം രണ്ടാണ്, എൻ്റെ രാഷ്ട്രം എന്തുകൊണ്ട് അടിമയായി? എന്തുകൊണ്ട് എൻ്റെ അമ്മയ്ക്കൊരു മോചനം കിട്ടുന്നില്ല? അതിന് അദ്ദേഹം കണ്ടെത്തിയ കൃത്യമായ ഉത്തരമാണ് നമ്മുടെ ജനതയ്ക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം. ഭാരത ജനത നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിലൂടെ ആത്മവിശ്വാസമില്ലാത്തവരായി. ഇപ്പോൾ ആ ഇരിക്കുന്ന കുട്ടികളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന, ഏറ്റവും പെർഫോമറായിട്ടുള്ള ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുതന്നെ എൻ്റെ മുമ്പിലേക്ക് നിർത്തിയാൽ 2 ദിവസം കൊണ്ട് അവളെ ഞാൻ ഒന്നിനും കൊള്ളാതെയാക്കി തരാം.
നീ എന്താണ്, നീ ആരാണ്, നീ എന്താണ് ഈ ചെയ്യുന്നത്, നിനക്ക് എന്ത് പറ്റും, നിന്നെ കൊണ്ടൊരു ചുക്കും നടക്കൂല, നീ എന്തിനാണ് ഈ പണിക്ക് വരുന്നത് എന്ന് ആവർത്തിച്ച് 2 ദിവസം ചോദിച്ചാൽ ആ കൊച്ച് നേരെ പോയി അടുത്ത പണി നോക്കും. ഇതായിരുന്നു ഭാരതത്തിൽ സംഭവിച്ചത്. 2 തിയറികളാണ് ഭാരതത്തിൽ നടന്നിരുന്നത്. ഡിവൈൻ തിയറി എന്ന് പറഞ്ഞുകൊണ്ട് മിഷണറിമാരും, നിങ്ങളെ സിവിലൈസ് ചെയ്യാൻ വന്നിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടവുമാണ് ഭാരതത്തിൽ എമ്പാടും നടന്ന് ഭാരതത്തിലെ ആളുകളെ നിങ്ങൾ പാമ്പാട്ടികളാണ്, നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നവരാണ്, ആറന്മുള അമ്പലത്തിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പാർത്ഥസാരഥി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ വെറും പ്രാന്തന്മാർ, വട്ടന്മാരാണ് നിങ്ങൾ, അല്ലേ? മലയാളപ്പുഴ പോയിട്ട് ഏതോ കാട്ടുമുക്കിലുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പോയിട്ട് വലിയ പൂജയൊക്കെ നടത്തി കോഴീനെ കൊടുത്ത് വെറ്റിലയും അടക്കയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് പ്രാന്തല്ലാണ്ട് പിന്നെന്താണ്? നിങ്ങൾ വെറും പൊട്ടന്മാരല്ലേ, നിങ്ങൾ അപരിഷ്കൃതരല്ലേ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് തുണി കൊടുക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ജനതയെ ആത്മവിശ്വാസമില്ലാത്തവരാക്കി കളഞ്ഞു. അപ്പോ എഴുന്നേറ്റു നിന്ന് പറയാൻ, നിനക്കെന്താണ് ഇവിടെ കാര്യമെന്ന് ചോദിക്കാൻ ഒരു ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നിട്ട്, ഇനി ഞങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നീ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഈ നെല്ലിന് വില ഞാൻ പറയും, ഈ ഏലത്തിന് വില ഞാൻ പറയും, ഈ കുരുമുളകിന്, ഈ സ്വർണത്തിന് വില ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ നീ ആരടാ ചോദിക്കാൻ, കടന്നു പോടാ എൻ്റെ മണ്ണിൽ നിന്ന് എന്ന് പറയാനുള്ള ധൈര്യമില്ലാതെയായി. മക്കളെ, ധൈര്യം, മുഖത്ത് നോക്കി സംസാരിക്കാൻ, അവനവൻ്റെ ഉള്ളിൽ വരുന്ന അഭിപ്രായം തുറന്നു പറയാൻ, അത് വിനയത്തോടെയും മര്യാദയോടെയും പറയാനുള്ള ധൈര്യമുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. അതിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് വിളിക്കുന്നത്. ഒരു കാര്യവും പറ്റില്ല എന്നല്ല, നോക്കാം, ചെയ്തു നോക്കാം, ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നതാണ് ആത്മവിശ്വാസം. അപ്പോ ഭാരതത്തിന്റെ അടിമത്തത്തിന് കാരണം ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ജനതയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? സ്വാതന്ത്ര്യമാണോ? ആണോ? അല്ല. 1897 യൂറോപ്പിനെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് തിരിച്ചു വന്ന് കൊളംബോ മുതൽ അൽമോറ വരെ തൻ്റെ വാഗ്ധോരണി കൊണ്ട് ഉണർത്തിയെടുത്ത വിവേകാനന്ദൻ റോളിംഗ് എഴുതിയിരിക്കുന്നു, ശ്മശാനത്തിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മൃതശരീരങ്ങളെ പോലും ജീവൻ വെൽപ്പിച്ചെഴുന്നേൽപ്പിക്കുമാറ് വിദ്യുത് സമാന വാഗ്ധോരണി കൊണ്ട് ഭാരത യുവതയെ ഉണർത്തിയെടുത്ത യുവകേസരി എന്നാണ് റോളണ്ട് സാക്ഷാൽ വിവേകാനന്ദനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ വിവേകാനന്ദനോട് 1897 ചില ദേശീയ നേതാക്കൾ, ആ സമയത്തെ ചില സന്യാസിമാർ ഒക്കെ ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം, നമ്മുടെ അമ്മയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം, അതിന് അങ്ങയുടെ കൂടി ഒരു സാന്നിധ്യം, ഒരു സഹായം, പിന്തുണ വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? നാളെ ഞാൻ വാങ്ങിത്തരാം. 1897 നരേന്ദ്രൻ പറഞ്ഞതാണ്, വിവേകാനന്ദൻ പറഞ്ഞതാണ്. സ്വാതന്ത്ര്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? നാളെ ഞാനത് വാങ്ങിത്തരാം. ആ സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആ സ്വാതന്ത്ര്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ, ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നാടിനെ നയിക്കാൻ ശേഷിയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്ന് 1947 മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഇപ്പൊ ആർക്കൈവ്സിൽ ലഭ്യമാണ്. ഭാരതത്തിലൊരു സർവ്വസൈന്യാധിപൻ വേണം, ഒരു സൈന്യം വേണം, ഒരു സൈന്യാധിപൻ വേണം എന്ന് പറഞ്ഞപ്പോ ഭാരതത്തിന്റെ സൃഷ്ടാവ് എന്ന് വാഴ്ത്തിപ്പാടുന്ന നെഹ്റു പറഞ്ഞത് നമുക്ക് ബ്രിട്ടനിൽ നിന്ന് ഒരു സൈനികന്റെ സേവനം സ്വീകരിക്കാമെന്നാണ്. ISROയിലൊക്കെ ജോലി ചെയ്ത സാറുമാർ ഇവിടെ ഇരിപ്പുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ കഥയൊക്കെ. ബ്രിട്ടനിൽ നിന്ന്. കാരണം എന്താണ്? സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പറയാണ്, നമുക്കൊരു സൈന്യം വേണം, ആ സൈന്യാധിപനായി ഒരു ബ്രിട്ടീഷുകാരൻ്റെ സേവനം നമുക്ക് നേടാം എന്ന് പറയാണ്. അപ്പൊ സാക്ഷാൽ കരിയപ്പ പറയുന്നു, അത് തർക്കമാകുന്നു. അതിന്റെ കാരണമായി നെഹ്റു പറയുന്നു, നമുക്കിതിൽ പരിചയമില്ലല്ലോ, ഒരു സേനയെ നിലനിർത്തി നമുക്ക് പരിചയമില്ലല്ലോ. അപ്പോ കരിയപ്പ ചോദിക്കുന്നു, പ്രധാനമന്ത്രിയായി അങ്ങേക്കും പരിചയമില്ലല്ലോ, ഒരു ബ്രിട്ടീഷുകാരനെ പ്രധാനമന്ത്രിയായി വിളിച്ചുകൂടെ നമുക്കെന്ന്. ചർച്ച അവിടെ തീർന്നു.
ചർച്ച അവിടെ തീർന്നു. അപ്പോൾ ഈ ചോദ്യമാണ് 47-നും 50 വർഷങ്ങൾക്ക് മുമ്പ് വിവേകാനന്ദൻ ചോദിച്ചത്. സ്വാതന്ത്ര്യം ഞാൻ വാങ്ങിത്തരാം, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പൊ വേണ്ടത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സാഹചര്യം, നമ്മെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ അടിമകളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളഞ്ഞ ആ സാഹചര്യത്തെയാണ് മാറ്റിയെടുക്കേണ്ടത്. ഇതേ ഒരു സാഹചര്യം നമ്മൾ ചാണക്യന്റെ കഥയിൽ കാണുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യനെ ആദ്യം കാണുന്നത് നിലത്ത് കുനിഞ്ഞിരുന്നൊരു ചെടി പറിച്ചെടുത്ത് കയ്യിലിട്ട് കശക്കി വായിലിട്ട് വിഴുങ്ങുന്നതാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ഇത് ചോദിക്കുമ്പോ എന്താണങ്ങ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടു, അതുകൊണ്ട് ഞാൻ ആ ചെടിയെ പിടിച്ചെടുത്ത് കശക്കിയെടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. അതെന്ത് പണിയാ? ശത്രുവിനെ ഉന്മൂലനം ചെയ്യണം, ഒരു തരി അവശേഷിപ്പിക്കരുത്. എനിക്ക് വേണമെങ്കിൽ എന്നെ പുറച്ചളഞ്ഞ് മറിഞ്ഞു പോന്നാൽ മതി, പക്ഷെ അടുത്ത പേരിൽ നിന്ന് അവൻ പൊട്ടി വരും. അപ്പൊ ഞാനെന്ത് ചെയ്യണം? ശത്രുവിനെ പിഴുതെടുക്കണം. അപ്പൊ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യം, ആ സാഹചര്യത്തെ പിഴുതു മാറ്റണം. ആത്മവിശ്വാസമുള്ള ജനതയുണ്ടാവണം. ഫോർ മൈ വർക്ക് മെൻ വിൽ കം ഫ്രം ദം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. 50-60 വയസ്സായ ആളുകളിലല്ല എൻ്റെ പ്രതീക്ഷ. ഈ ആത്മവിശ്വാസമുള്ളവരായി മാറിക്കൊണ്ട് ഈ ഭാരതത്തിന്റെ തനിമയെ നിലനിർത്തും എന്ന് എനിക്ക് വിശ്വാസമുള്ളത്. ഐ ഹാവ് ഫെയ്ത്ത് ഇൻ ദ യങ്ങർ ജനറേഷൻ. യുവതയിലാണ്. ആ യുവതയോടാണ് വിവേകാനന്ദൻ പറഞ്ഞത്, എഴുന്നേൽക്കൂ, ഉണരൂ, ലക്ഷ്യത്തിലെത്തും വരെ. അവിടെയുമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. എഴുന്നേൽക്കൂ, ഉണരൂ എന്ന്. ഉണരാതെ എഴുന്നേൽക്കാൻ പറ്റുമോ? എഴുന്നേറ്റിട്ടാണോ ഉണരുന്നത്? അപ്പൊ അത്രമാത്രം സ്പോണ്ടനിറ്റി, ധൃതി. ഉണർന്നിട്ട് എഴുന്നേൽക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് എഴുന്നേറ്റിട്ട് ഉണരാം. എഴുന്നേൽക്കൂ, ഉണരൂ എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. ഇതിനെല്ലാം വലിയ വ്യാപ്തിയുണ്ട്. അപ്പൊ അങ്ങനെ ആ വിവേകാനന്ദൻ ഭാരതത്തോട് പറഞ്ഞത് ആത്മവിശ്വാസം ലഭ്യമാകുന്ന വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കണക്കോ സയൻസോ ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് ഫില്ലിംഗ് അപ്പ് ഓഫ് ബ്രെയിൻസ് വിത്ത് ഇൻഫർമേഷൻസ്. ടീച്ചർമാരും മക്കളും കേൾക്കാൻ പറയുകയാണ്. തലച്ചോറിനകത്ത് അറിവുകളെ കുത്തിനിറക്കലല്ല വിദ്യാഭ്യാസം. A+B ഹോൾ സ്ക്വയർ പഠിപ്പിക്കലല്ല വിദ്യാഭ്യാസം. H2O പഠിപ്പിക്കലല്ല വിദ്യാഭ്യാസം. വൃത്തവും അലങ്കാരവും പഠിപ്പിക്കലല്ല വിദ്യാഭ്യാസം. പിന്നെ എന്താണ് വിദ്യാഭ്യാസം? Education is the manifestation of the perfection already in man. ഒരുവനിലുള്ള പൂർണ്ണതയുടെ പ്രകാശനമാണ് വിദ്യാഭ്യാസം. എനിക്കും സാറിനും ഒരു വിഷയം പഠിക്കാൻ പറ്റില്ല. ഞാൻ കണക്കിന് മരമണ്ടനാ. എന്നെ കൊണ്ട് കണക്ക് പഠിപ്പിക്കാൻ നോക്കുന്ന ടീച്ചറാണ് ഏറ്റവും വലിയ തെറ്റുകാരി. എന്നെ കണക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചരിത്രം പഠിക്കാനാണ്. എന്നെ ചരിത്രം പഠിപ്പിക്കണം. അപ്പൊ എന്റെ ഒറിജിനൽ എല്ലാ മനുഷ്യനും, വിവേകാനന്ദൻ കൃത്യമായി പറയുന്നു, എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറൻറ്റ്. ഒന്നിനെ പോലെ ഒരാളില്ല, ഒരേപോലെ ഇല്ല. എന്ത് ജീൻ വിനിമയം നടക്കുന്നു എന്ന് പറഞ്ഞാലും ഒന്നിനെ പോലെ മറ്റൊന്നില്ല. ഒരുവന്റെ താല്പര്യമല്ല ചിത്രയെ കൊണ്ട് നീന്തൽ താരം ആക്കാൻ പറ്റുമോ? യേശുദാസിനെ കൊണ്ട് കവിത എഴുതിപ്പിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. പിടിച്ച് കയറ്റിയിരുത്തി ഒരു വിഷയമൊക്കെ കൊടുത്ത് 2 ദിവസം ഇടിച്ചിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുതുമായിരിക്കും. പക്ഷെ അതിനെ കവിത എന്ന് വിളിക്കാൻ പറ്റില്ല നമുക്ക്. MT പറഞ്ഞു, ഒരു കഥ എഴുതാത്ത, ഒരു നോവൽ എഴുതാൻ സാധിക്കാത്ത ആരുമില്ല, അതെല്ലാവർക്കും സാധിക്കും എന്ന് മഹാനായ MT പറഞ്ഞു. അപ്പോ നരേന്ദ്രൻ പറഞ്ഞ ഇതാണ്, ഒരുവനിലുള്ള കഴിവിനെ അതിനെ വളർത്തിയെടുക്കുക. അതായിരുന്നു നമ്മുടെ ഗുരുകുലങ്ങളിൽ നടന്നിരുന്നത്. ചിലർ ശാസ്ത്രപാരംഗതരായപ്പോ ചിലർ ശസ്ത്രപാരംഗതരായി. കുതിര ഓടിക്കുന്നവർ, ആനയെ മെരുക്കുന്നവർ, കുടമുണ്ടാക്കുന്നവർ, ഇതെല്ലാം വൈദഗ്ധ്യങ്ങളാണ്, ഇതെല്ലാം തൊഴിലുകളാണ്. ഇതിലേതിലാണോ നമുക്ക് ടേസ്റ്റ് ഉള്ളത്, അഭിരുചിയുള്ളത്, ആ അഭിരുചിയെ തേച്ചുമിനിക്കെടുക്കലാണ് വിദ്യാഭ്യാസം. അതല്ലാതെ 10 മണി മുതൽ 4 മണി വരെ എല്ലാവരെയും. അപ്പൊ അവിടെ എന്ത് വേണം? കൃത്യമായി ഭാരതത്തിന് വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട്. ലോകത്ത് ആദ്യമായി ഒരു പെഡഗോഗി, ഒരു മെത്തഡോളജി ലോകത്തോട് ആദ്യമായി പറഞ്ഞത് ഭാരതമാണ്. തൈത്തിരീയ ഉപനിഷത്തിൽ ബ്രഹ്മവല്ലിയിൽ
പഞ്ചകോശ വികാസ അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നമ്മുടെ വിദ്യാഭ്യാസം. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. അന്നമയകോശം ഫിസിക്കൽ ബോഡി, പ്രാണമയകോശം ഇൻറ്റീരിയർ ബോഡി, മനോമയകോശം മാനസിക വികാസം, വിജ്ഞാനമയകോശം അറിവിൻ്റെ ശേഖരണം. ഇതെല്ലാം ശേഖരിച്ച് ആനന്ദത്തിലേക്ക്, ദ എറ്റേണൽ ബ്ലിസ്, ആനന്ദമയ കോശത്തിലേക്ക്. ആ വിദ്യാഭ്യാസമാണ് ഒരുവനെ ധൈര്യമുള്ളവനാക്കുക. നിങ്ങൾ ചോദിച്ചു നോക്കിക്കും, ഇപ്പം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ മക്കളോട് ചോദിച്ചു നോക്കിക്കോ, ഇംഗ്ലീഷ് പദ്യം ചൊല്ലാൻ പറയുമ്പോൾ എത്ര പേരാണ് കോൺഫിഡൻ്റ് ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്? കണക്കിലൊരു പ്രോബ്ലം ചെയ്യാൻ പറയുമ്പോൾ ടീച്ചറെ താ പ്രോബ്ലം എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്ന എത്ര പേരുണ്ട് എന്ന് ഈ ഇരിക്കുന്ന മക്കളോട് നിങ്ങൾ ടീച്ചർമാർ ചോദിച്ചു നോക്ക്. അതിലവർ പറയും ടീച്ചർ 10 കണക്കെനിക്ക് കിട്ടുക എന്ന് പറയുന്നെങ്കിൽ അതാണ് ആത്മവിശ്വാസം. ടീച്ചറെ ഇംഗ്ലീഷ് ഞാൻ ചൊല്ലാം, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വിളിച്ചാൽ ഇവിടെ വന്ന് 2 വാക്ക് ആശംസ പറയാം എന്ന് പറഞ്ഞാൽ അതാണ് ആത്മവിശ്വാസം, അതാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് നരേന്ദ്രൻ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസം. നരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നു, എ നേഷൻ ഈസ് അഡ്വാൻസ്ഡ് ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദ എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റലിജൻസ് സ്പ്രെഡ് എമംഗ് ദ മാസസ്. ഒരു രാഷ്ട്രം വികസിക്കുന്നത്, ഒരു രാഷ്ട്രം പുരോഗമിക്കുന്നത് അവിടെ വിതരണം ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ആ അളവും രീതിയും അനുസരിച്ച് കൂടിയാണ്. ഈ കാഴ്ചപ്പാട് ഏറ്റെടുത്ത ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. 1925 രൂപീകൃതമായി ഇപ്പോൾ 100-ാം വർഷം പിന്നിടുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്, രാഷ്ട്രത്തിൻ്റെ അസ്മിതയിലുള്ള കാഴ്ചപ്പാട്, അത് ആത്മവിശ്വാസമുള്ള ഒരു ജനതയായി മാറണമെന്നാണ്. ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ലാത്ത രാഷ്ട്രമെന്ന സങ്കല്പം. രാജ്യമെന്നത് ജിയോഗ്രഫിക്കൽ പാറ്റേൺ മാത്രമായിരിക്കെ രാഷ്ട്രമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും ചേരുന്ന ഒരു ചിന്താ സംയുക്തം ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രത്തിൻ്റെ ആത്മവിശ്വാസമുള്ള ജനതയെ സൃഷ്ടിക്കുന്നതിനാണ് 1925 ആ മഹത്തായ സംഘടന രൂപപ്പെടുന്നത്. ഞാൻ ആ സംഘടനയെ പ്രകീർത്തിക്കാൻ പറഞ്ഞതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഏതൊരു പ്രത്യയശാസ്ത്രത്തെയും ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ വിശകലനം ചെയ്യണം. അത് നമുക്ക് കൊള്ളാവുന്നതാണോ? നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോയി അടുത്ത വീട്ടിലെ ചേട്ടൻ പാവയ്ക്ക മേടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പാവയ്ക്ക മേടിക്കാറില്ലല്ലോ. നമുക്ക് പാവയ്ക്ക ഇഷ്ടമാണോ? എൻ്റെ വീട്ടിൽ എത്ര പേര് പാവയ്ക്ക കഴിക്കും? എനിക്ക് പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമാണോ? അപ്പോഴാണ് നമ്മൾ പാവയ്ക്ക വാങ്ങുക. ഇതെങ്ങനെ തന്നെയാണ് പ്രത്യയശാസ്ത്രം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മൂമ്മ, അവർ ഒരു പ്രത്യയശാസ്ത്രത്തെ സ്വീകരിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. വിശകലനം ചെയ്യാൻ പറ്റണം, ആത്മവിശ്വാസത്തോടെ വിശകലനം ചെയ്യാൻ പറ്റണം. രാഷ്ട്രീയമായി പറയാൻ പഠിക്കണം, മതമായി പറയാൻ പഠിക്കണം. ഇതിനെ തമ്മിൽ തല്ലി കൂട്ടിയഴച്ച് ഇതിന് അധികാരവുമൊക്കെ ആയിട്ട് കൂട്ടിക്കൊഴിച്ച് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ വെറുതെ ബഹുസ്വരത എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ബഹുസ്വരത എന്ന് പറയുന്നത് എല്ലാ സ്വരങ്ങളെയും കേൾക്കാനും, നാരായണ ഗുരുദേവൻ പറഞ്ഞല്ലോ, അറിയാനും അറിയിക്കാനുമാണ്, ജയിക്കാനും തോൽക്കാനുമല്ല. ആ രീതിയിൽ ചർച്ച ചെയ്യാനുള്ള സംവാദാത്മക സമൂഹം ഉണ്ടാവണം. അങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ച സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആ സംഘത്തിൻ്റെ രാഷ്ട്രീയ മുഖമായി വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് അതിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞതാണ്, ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി പറഞ്ഞതാണ്, ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നയം മാറ്റും. മെക്കാളെ തുടങ്ങി വച്ച ലെഫ്റ്റ് അക്കാഡമീഷ്യൻസ് പിന്തുടർന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയൊക്കെ നമ്മുടെ കൺമുമ്പിൽ നല്ല നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോലും തേച്ചു മാച്ചു കളഞ്ഞ ആ വിദ്യാഭ്യാസ രീതി, ആ ചരിത്രം, അതെല്ലാം മാറ്റി രാജ്യത്തിന് വേണ്ട, നമ്മുടെ നാടിന് വേണ്ട, നമ്മുടെ ഭാരതത്തിന് ഗുണമുള്ള, നമ്മുടെ പമ്പയെ സംരക്ഷിക്കുന്ന, നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്ന, നമ്മുടെ ഹിമാലയത്തെ സംരക്ഷിക്കുന്ന, അത് സംരക്ഷിക്കേണ്ടതാണ്, അത് എൻ്റെയാണ് എന്ന് ബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരും എന്ന് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ തന്നെയാണ്. 2014 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 2015 ജനുവരി 26 മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 2019 അതിന്റെ ഡ്രാഫ്റ്റ് വന്നു. 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിൽ വന്നു. അടിമുടി മാറുകയാണ്. 3 വയസ്സിൽ വിദ്യാഭ്യാസം ആരംഭിക്കണം എന്ന് പറയുന്ന, പൂർണ്ണമായും ഭാരതത്തിന്റെ തത്വശാസ്ത്രങ്ങളെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് നമ്മുടെ കഥകൾ പഠിക്കണമെന്ന് പറയുന്ന, ഗീത പഠിക്കണമെന്ന് പറയുന്ന, സംസ്കൃതം ഒരു ഭാഷയായി പഠിക്കണമെന്ന് പറയുന്ന, സംസ്കൃതൈസേഷൻ അല്ല, സഫർണൈസേഷൻ അല്ല,
സംസ്കൃതം ഒരു ഭാഷയായി പഠിക്കണം. വിവേകാനന്ദ പറഞ്ഞതാണ് മദ്രാസിലെ പ്രസംഗത്തിൽ. അധസ്ഥിത ജനതയോട് വിവേകാനന്ദൻ മദ്രാസിലെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ നിലവിളിക്കാതിരിക്കൂ, നിങ്ങളെ ചൂഷണം ചെയ്യും. കാരണം നിങ്ങൾക്ക് അറിവില്ല. അറിവില്ലാത്തിടത്തോളം നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ അറിവിനെ സ്വായത്തമാക്കണം. അറിവിനെ സ്വായത്തമാക്കണമെങ്കിൽ നിങ്ങൾ സംസ്കൃതം പഠിക്കണം. അന്ന് അദ്ദേഹം സംസ്കൃതം പഠിക്കണമെന്ന് പറയാൻ കാരണം അന്നത്തെ ലിറ്ററേച്ചർ എല്ലാം സംസ്കൃതത്തിലായിരുന്നു. വേദങ്ങൾ, ഉപനിഷത്തുക്കളും അത്തരത്തിലുള്ള ദാർശനിക ഗ്രന്ഥങ്ങളൊക്കെ സംസ്കൃതത്തിലായിരുന്നത് കൊണ്ടും അത് ഒരു പ്രത്യേക വിഭാഗം ജനതയ്ക്ക് അപ്രാപ്യമായി പോയത് കൊണ്ടും മാത്രമാണ് ഈ പറയുന്ന ചൂഷണം, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, അല്ലെങ്കിൽ അസമത്വങ്ങളൊക്കെ ഉണ്ടായത്. ഇതൊന്നും ഭാരതീയമല്ല, ഇതൊന്നും വേദത്തിലുള്ളതല്ല, ഇതൊന്നും ഉപനിഷത്തുക്കളിലുള്ളതല്ല. നമ്മളെ പോലെ ചീഞ്ഞളിഞ്ഞ മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഉദരജീവികളായ മനുഷ്യർ ഉണ്ടാക്കി വെച്ചതാണ് ജാതിയും മതവും എല്ലാം. അതൊന്നും ഭാരതത്തിന്റെ ആ ചിരന്തനവും ചിരപുരാതനവും നിത്യനൂതനവുമായ സാംസ്കാരിക ധാരയിൽ ഉള്ളതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു വിദ്യാഭ്യാസം ഇരിക്കുന്ന മക്കൾക്ക് കിട്ടാൻ പോകുന്ന വിദ്യാഭ്യാസം അതാണ്. ഇഷ്ടമുള്ളത് പഠിക്കാൻ ഡിഗ്രിയിലേക്ക് ചെല്ലുമ്പോൾ ഒരേ സമയം പാട്ടും പഠിക്കാം, ഫിസിക്സും പഠിക്കാം, ഒരേ സമയം ഇംഗ്ലീഷും പഠിക്കാം, കെമിസ്ട്രിയും പഠിക്കാം. അങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി, മൾട്ടി എക്സിറ്റ്, മൾട്ടിപ്പിൾ എൻട്രി, അങ്ങനെ വന്ന് ഗവേഷണത്തിലേക്ക് തന്നെ പോകണം എന്ന്. ഞാൻ BEd കോളേജിൽ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ 2 വർഷത്തെ BEd കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പോകുന്നു? എല്ലാവരുടെയും ചിന്ത തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിൽ അത്യാവശ്യം 10-50 ലക്ഷമൊക്കെ അച്ഛനെയും അമ്മേനെയും ആധാരമൊക്കെ പണയം വെച്ച് ഒരു ജോലി മേടിക്കണം, അല്ലെങ്കിൽ എന്താണ് PSC എഴുതണം. ഞാൻ ചോദിക്കും, ഒരു BEdകാരന് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന തസ്തിക ഏതാണ്? എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഉണ്ട്, IITE. അവിടെ പോകണ്ടേ നിങ്ങൾക്ക്? നീപ്പയുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഏഷ്യയിലെ നമ്പർ 1 സ്ഥാപനമാണ് ഇന്ത്യയുടെ നീപ്പ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ. അവിടെ പോകണ്ടേ? മക്കളെ, എന്റെ മുമ്പിലിരിക്കുന്ന പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത്, കണ്ണുകൾ വിടർത്തി വെക്കുക, ചെവികൾ ഇങ്ങനെ തുറന്നു വെക്കുക. ഈ കൂടാരത്തിനപ്പുറമല്ല ജീവിതം അവസാനിക്കുന്നത്, പമ്പയുടെ തീരത്തിനപ്പുറമല്ല ജീവിതം അവസാനിക്കുന്നത്. ഭാരതവും ലോകവും നിങ്ങളുടെ മുമ്പിൽ വിശാലമായി പരന്നു കിടക്കുകയാണ്. ആത്മവിശ്വാസമുള്ളവരായി, എനിക്ക് എൻ്റെ ഇഷ്ടമുണ്ട്, ആ ഇഷ്ടത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും ചീത്തപ്പേര് കേൾപ്പിക്കാതെ, എൻ്റെ നാടിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് എനിക്ക് എത്താവുന്ന ഏറ്റവും അങ്ങേയറ്റത്തെത്തും എന്ന് തീരുമാനിക്കാൻ പറ്റണം. ഇന്നിവിടെ വന്നുകൂടിയത് എൻ്റെ ഈ ഒരു വാക്ക് കേൾക്കാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകാനും കാരണമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, മക്കളുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം, അല്ലേ? എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കും, ഞാൻ ഇഷ്ടമുള്ളത് ഇടും, ഞാൻ ചിലപ്പോൾ തുണി ഉടുക്കും, തുണി ഉടുക്കില്ല, അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ശരീരമാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്. പ്രിയമക്കളെ, നിങ്ങളുടെ ശരീരമല്ല. ഈ ശരീരം എൻ്റെ ശരീരമല്ല. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും സമുജ്വലമായ സമ്മോഹനമായ ഒരു സങ്കല്പത്തിൽ ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഞാൻ. അച്ഛൻ്റെ രക്തവും പ്രോട്ടീൻസും ഒക്കെ ചേർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന് അതിൽ കിടന്ന് ഉരുവം കൊണ്ട് അമ്മയുടെ കഷ്ടപ്പാടുകൾ, 9 മാസക്കാലത്തെ ദൈന്യതകൾ, അത് മുഴുവൻ അനുഭവിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ബാക്കിയായി വന്നതാണ് നമ്മൾ. ഒരു കാരണവശാലും ചിന്തിക്കാൻ പാടില്ല. ഇതൊരു വലിയ നൈരന്തര്യവുമാണ്, ഒരു തുടർച്ചയാണ്. പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വലിയ റെയിൽവേ ബോഗിയാണ് എങ്കിൽ, ഒരു ബസ്സാണ്, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻ്റ് ആണ്, എങ്കിൽ ഒരു വേദിയാണ് എങ്കിൽ, ആ വേദിയിൽ ഒരു ചെറിയ കാലത്തെ റോള് ചെയ്യാൻ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട് വന്നു പോയെന്നവരാണ് നമ്മൾ. ഗുരുദേവന്റെ കുറിച്ചുള്ള ജീവചരിത്ര സമാനമായ നോവലിൽ സുരേന്ദ്രൻ എഴുതുന്നു, ഗുരുദേവനെ ഏറ്റവും അലട്ടിയ ചോദ്യം എൻ്റെ ധർമ്മം എന്താണ്, സ്വധർമ്മം എന്താണ് എന്നതാണ്. ഞാൻ എന്തിനാണ്? ഒരുപാട് മനുഷ്യരുണ്ട് എനിക്ക് ചുറ്റും, ഒരുപാട് മനുഷ്യരുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ്?
എന്ന ചോദ്യത്തിൽ നിന്നാണ് നാരായണ ഗുരുദേവന്റെ ആ രൂപാന്തരം ഉണ്ടാവുന്നത് എന്ന് കെ സുരേന്ദ്രൻ നോവലിൽ പറഞ്ഞു. കെ സുരേന്ദ്രൻ മറ്റേ ബിജപ്ര പ്രസിഡന്റ് അല്ലട്ടോ, സുരേന്ദ്രൻ നോവലിൽ പറഞ്ഞു വെക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ മക്കളെ, എൻ്റെ ശരീരം അതെൻ്റെ സ്വാതന്ത്ര്യമല്ല. അച്ഛനും അമ്മയും ആശിച്ച് മോഹിച്ച്, അപ്പൂപ്പനും അമ്മൂമ്മയും ഏറെ കൊതിച്ച് വന്നതാണ് നമ്മൾ. പൊക്കിൾ കൊടിയിലൂടെ കെട്ടിവെച്ചിരുന്ന, കൊരുത്തുവച്ചിരുന്ന ഒരു നാളീ ബന്ധത്തിലൂടെയാണ് നമ്മൾ ഈ വളർച്ചയ്ക്ക് കാരണമായതെല്ലാം സ്വീകരിച്ചത്. അവരോട് നമുക്ക് കടപ്പാടുണ്ട്. തിരിച്ചു കയറിപ്പോകാൻ പറ്റുമായിരുന്നെങ്കിൽ, മനസ്സ് വിമ്മിട്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ അമ്മയുടെ വയറിനകത്തേക്ക് കയറിപ്പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച സന്ദർഭങ്ങളുണ്ട് ആളുകളുടെ ജീവിതത്തിൽ. ആ ഓർമ്മ മക്കൾക്കുണ്ടാവണം. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി, ജനതയായി വളരാൻ സാധിക്കണം. ഈ ഇരിക്കുന്ന ആചാര്യന്മാരെ എല്ലാം വായിച്ചു മനസ്സിലാക്കണം. ഇവരൊന്നും കള്ളസന്യാസിമാരോ തട്ടിപ്പുകാരോ ഒരു പണിയില്ലാത്തത് കൊണ്ട് മടിയന്മാരായതുകൊണ്ട് ആശ്രമം കിട്ടിയിരുന്നവരോ അല്ല. ഇവരൊക്കെ ഡോക്ടർമാരായിരുന്നു. സമൂഹത്തിൻ്റെ രോഗത്തെ ചികിത്സിച്ച ഡോക്ടർമാർ, സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ഡോക്ടർമാർ. പ്രിയമുള്ളവരെ, എന്തെങ്കിലും നല്ലതായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചെങ്കിൽ, പറഞ്ഞു തരാൻ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളോട് പറയാൻ സാധിച്ചെങ്കിൽ അതെൻ്റെ നാവിൽ അക്ഷരം തെളിയിച്ച ഗുരുക്കന്മാരുടെയും എൻ്റെ അച്ഛനമ്മമാരുടെയും പുണ്യമാണ്. ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെന്ന നിലയിൽ എൻ്റെ പിഴയാണ്. ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി, നമസ്കാരം.